ബാക്ക് ടു. അപ്പൊ ഈ ഒരു ഐറ്റം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതൊരു പുട്ട് റെസിപ്പി ആണെന്ന്. പക്ഷെ ഈ ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ? അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമായിട്ട് ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ എന്റെ റെസിപ്പി. പക്ഷെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കാനും തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഈ ഒരു ഐറ്റം എങ്ങനെയാ ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഈ ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കിയത്. അപ്പൊ ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് പുട്ട് എന്നുള്ളത്. അപ്പൊ ഇതില് ഈ ഒരു കൊള്ളിക്കിഴങ്ങ് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുക. ചിലയിടത്ത് കപ്പ അങ്ങനെയൊക്കെ പറയായിരിക്കും. ഞങ്ങൾ കൊള്ളിക്കിഴങ്ങ് എന്നാ പറയട്ടോ. അപ്പൊ ആദ്യം ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പൊ ഇതിന്റെ തൊലി എടുക്കാൻ ഇത്തിരി പാട് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് പറിച്ചെറിഞ്ഞ് കളഞ്ഞത് കേട്ടോ. ഇനി ഇത്തിരി തൊലിയൊക്കെ എടുത്ത ശേഷം ഇത് നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ കഴുകി എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇത് ഒരു പ്രാവശ്യം കഴുകണതേ കാണിച്ചുള്ളൂ, ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിക്കോളൂ കേട്ടോ. അതിനുശേഷം ഒന്ന് വെള്ളം മാറ്റാനായിട്ട് ഒന്ന് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് നന്നായിട്ട് ചീകി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടി വരും കേട്ടോ. വേറെ ഒന്നല്ല, ഈ ഒരു സംഭവം ഇതിന് ചീകി എടുക്കാൻ ഇത്തിരി ടൈം വേണം. അപ്പൊ നല്ല കയപ്പുള്ള കപ്പയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ചീകി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ പാലൊന്ന് പിഴിഞ്ഞു കളയണം നല്ലതാട്ടോ. അപ്പൊ എന്റെ ഈ ഒരു ചെയ്തതിൽ നല്ല മധുരിപ്പാണ് എനിക്ക് തോന്നിയത്. അത്ര കയപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. നല്ല പോലെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇത് അങ്ങനെ തന്നെ ഇട്ട് പുട്ടിലേക്ക് കുഴച്ചെടുക്കുകയും ചെയ്തത് കേട്ടോ. അപ്പൊ കയപ്പുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ കേട്ടോ. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് അത് പാകത്തുമാണ്, കാരണം നമുക്ക് ഇലയിലിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പാത്രത്തിലേക്ക് ആക്കി ചെയ്യുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു ഇതിന്റെ വെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടത്. ഇതിലേക്ക് ഒരു 1-2 സ്പൂൺ അരിപ്പൊടി ഇട്ടാ അത് ഇതിലേക്ക് ഇടണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നല്ല പോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാ പുട്ടിന് കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുക, അത്ര തന്നെ വേണ്ടു. അപ്പൊ നല്ല നല്ല സുഖാട്ടോ ഇത് കുഴച്ചങ്ങ് എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് തേങ്ങ ചരികി വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇടയ്ക്ക് തേങ്ങയും ഇടാം. അങ്ങനെ ഇത് ഫുള്ള് ഇതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ കുമ്പ് ഓൾറെഡി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് ഞാൻ അതില് ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് മതി. മറ്റേ സാധാ അരിപ്പൊടി കൊണ്ടുള്ള പുട്ടിനേക്കാളും പകുതി ടൈം മതി നമുക്ക് ഇതിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോ ഞാനത് 2 പ്രാവശ്യം ചെയ്യാനുള്ള പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഇതേ ആവിയിൽ വെച്ചേക്കാണ്. അപ്പോ പെട്ടെന്ന് ഇതിലെ ആവി വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുട്ട് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇടയ്ക്കെങ്കിലും കഴിച്ചു നോക്കാൻ തോന്നും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ട് തന്നെ എനിക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ആവിയിൽ വേവിച്ചിട്ട് കഴിഞ്ഞു. അത് ഞാൻ ഇതിലേക്ക് കുത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫിനിഷിൽ നമുക്ക് ഈ ഒരു കപ്പപ്പുട്ട് കിട്ടി കേട്ടോ. ഇനി അതേപോലെ തന്നെ കുറച്ചും കൂടി പൊടി ഉള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തേങ്ങ വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. എനിക്ക് അങ്ങനെ മിക്സ് ചെയ്തതിനേക്കാൾ ഇത്തിരി കൂടി ഇതായിട്ട് തോന്നുന്നത് കുറച്ച് അതില് ഒന്ന് ആഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്നതാണ് എനിക്ക് ഇത്തിരി കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചില ആൾക്കാർ ഈ തേങ്ങ കുറച്ചെടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് ചെയ്യണതാണ് കണ്ടിരുന്നത്. അതിങ്ങനെയായാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജീരകം ഇടാം കേട്ടോ. ഞാൻ ജീരകം ഇട്ടിട്ടില്ല. ചില ആൾക്കാർ ജീരകത്തിന്റെ കുത്ത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ജീരകം വേണ്ടെങ്കിൽ വേണ്ട, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അടുത്തതും ഞാനത് കുത്തിയെടുത്തിട്ടുണ്ട്. അതും നല്ല ഫിനിഷ് ലുക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കഴിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇനി ഇത് നല്ല ചൂട് ചായയുടെ കൂടെ പഴം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ കടലയോ ഒന്നല്ലെങ്കിൽ തലേദിവസം ചിക്കൻ ഉണ്ടെങ്കിലേ അതിന്റെ കറി കൂട്ടിയിട്ടായാലും ഇതൊന്നൊരു പെടപെടച്ച് നോക്ക്. ഇതിലും ടേസ്റ്റില് നമുക്ക് ഒരു അരിപ്പുട്ട് പോലും ഇതിലും ടേസ്റ്റില് ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ ഇത്തിരിയും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് അത്ര ബലം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു കട്ടൻ ചായയും കൂടി കൂട്ടി അങ്ങോട്ട്
കഴിക്കില്ല കഴിച്ചാലുണ്ടല്ലോ എന്റെ പൊന്നോ, ഇതിന്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒന്ന് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടാവില്ലേ? അപ്പൊ ഒട്ടും ടൈം കളയണ്ട, കപ്പ കിട്ടുന്ന ഒരു സമയത്ത് ഇത് ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കി. ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ.